ഹലോ മക്കളെ, ഓണ പരീക്ഷയ്ക്ക് നമ്മുടെ +2 ഫിസിക്സിനകത്ത് നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. ചാപ്റ്ററുകളിൽ നിന്ന് നമുക്കറിയാം 4 ചാപ്റ്റർ ആണ് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് ഫിസിക്സ് നിന്ന് പഠിക്കാനുള്ളത്. ഈ 4 ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് നമ്മൾ പഠിക്കണോ അത് മുഴുവനും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സർ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. സോ ആദ്യമായിട്ട് നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്ന ഡെറിവേഷൻ ഉണ്ട്. വലിയ 2 മാർക്കൊക്കെ മാക്സിമം പോയാൽ ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. എന്നാൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോൾ ഉണ്ടാക്കുന്ന അഥവാ ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് രണ്ടാമതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ അതിനുശേഷം ഗോസസ് ലോയും അതിന്റെ പ്രൂഫുമാണ്. ഗോസസ് ലോയുടെ പ്രൂഫ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗോസസ് ലോയുടെ പ്രൂഫ് phi is equal to 1/epsilon 0 q enclosed എന്ന് പറയുന്ന ഡെറിവേഷൻ. ആ ഡെറിവേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. സാധാരണ എന്ത് ചെയ്യാറില്ല, എപ്പോഴും അത് ചോദിക്കാറില്ലെങ്കിലും അത് അധികം കുട്ടികൾ എന്ത് ചെയ്യാറില്ല, നോക്കാതെയാണ് പരീക്ഷയ്ക്ക് പോകാറുള്ളത്. സോ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടും ആ ഒരു ഡെറിവേഷൻ നോക്കിയിട്ട് വേണം പോകാൻ. അതിനുശേഷം ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് വയർ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ മെറ്റൽ ഷീറ്റ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഉണ്ട്. മക്കളെ ഇത്രയും ഡെറിവേഷൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ചാപ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ചാപ്റ്റർ ആണെങ്കിലും ഡെറിവേഷൻ വൈസ് നോക്കുന്ന സമയത്ത് വളരെ കുഞ്ഞു ഡെറിവേഷൻസ് മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഒന്നാമതായിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേമിലേക്ക് നമ്മൾ വന്നു അല്ലെ, ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതിനുശേഷം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ കൂട്ടത്തിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ആളാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. കാരണം അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ? ആ ഒരു ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്താണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ അഥവാ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. സാർ അതല്ലാതെ വേറെ എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ സാർ പറയും നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? I = NAVDE അല്ലെ, NAVD എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I = NAVDE എന്ന് പറഞ്ഞ് I = NAVD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡെറിവേഷൻ. ആ ഡെറിവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഓംസ് ലോയുടെ വെക്ടർ ഫോം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോമ്പിനേഷൻ ഓഫ് സെൽ ആണ്. പലപ്പോഴായിട്ട് ഇത് ചോദിച്ച് കാണാറില്ലെങ്കിലും ഒരിക്കലെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികളും ആൻസർ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. മക്കളെ മനസ്സിലാക്കിക്കോ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോമ്പിനേഷൻ ഓഫ് സെൽ എന്ന് പറയുന്നത്. അധികം അങ്ങോട്ട് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരിക്കൽ ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതിൽ ബയോ-സാവാർട്ട് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ദെൻ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ 2 അപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതേ ഒരു സ്ട്രെയിറ്റ് വയറിന്റെയും അതേപോലെ തന്നെ ഒരു സോളിനോയിഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ആ 2 ഡെറിവേഷൻസ്. ദെൻ ലാസ്റ്റ് വൺ ടോർക്ക് ആക്ടിംഗ് ഓൺ എ ലൂപ്പ്. ടോർക്ക് ആക്ടിംഗ് ഓൺ എ റെക്ടാംഗുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്നായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ ഈ ഡെറിവേഷൻസ് നിർബന്ധമായിട്ടും, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡെറിവേഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് പോകാൻ. ഇനി നിങ്ങൾക്കുള്ള ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻസും അടങ്ങുന്ന ലൈവ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അതേപോലെ യൂട്യൂബിലൂടെ നിങ്ങൾക്കുള്ള ലൈവുമായിട്ട് നമ്മൾ എത്തുന്നുണ്ട്. സോ അതിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഫിസിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഈ 4 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നോക്കട്ടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന്. ഓക്കെ, സോ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.